ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലത്തെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് ലഞ്ച് റെസിപ്പീസും ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ ചെയ്യണതാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ രാവിലെ 2-3 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കടല താളിക്കാൻ വെച്ചിട്ടുണ്ട്. ഒലർക്കാൻ എന്ന് പറയും, താളിക്കാൻ എന്നൊക്കെ പറയും. പിന്നെ തലേദിവസത്തെ ബ്രെഡും ഒരു പൊറോട്ടയും ഉണ്ടായിരുന്നു, അത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. കടല താളിക്കാനായിട്ട് സവാളയും ഇത്തിരി തേങ്ങാക്കൊത്തും കൂടിയാണ് ഒന്ന് മൂപ്പിച്ചെടുത്തേക്കേണ്ടത്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെന്താ പെരുംജീരകത്തിൻ്റെ പൊടി ഇത്രയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കടല വേവിച്ച് വെച്ചിട്ട് അത് കുക്കറിലാണ് വേവിച്ചേക്കണത്, എന്നാലല്ലേ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അത് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് വ്യാഴാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റും തലേദിവസത്തെ ലഞ്ചുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 8 ഏക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്. എല്ലാവർക്കും അറിയണ പള്ളിയായിരിക്കുള്ളൂ. വിശുദ്ധ യൂദാത്തദേവസിൻ്റെ തീർത്ഥാടന കേന്ദ്രം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് അറിയപ്പെടുന്നത് പുണ്യാളൻ. അപ്പോൾ വ്യാഴാഴ്ച അവിടെ പള്ളിയിലൊന്ന് പോയിട്ട് നൊവേനയും കുർബാനയൊക്കെ കൂടിയിട്ട് വന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണല്ലോ. ചിലർക്ക് ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു വിഷമം. കുറേ വർഷങ്ങളായിട്ട് മുടങ്ങാണ്ട് പോണ ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. ചിലർക്ക് എടപ്പള്ളി പള്ളിയിലായിരിക്കും, ചിലർക്ക് മാതാവിൻ്റെ പള്ളിയിലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ വിശ്വാസങ്ങൾ. ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഗുരുവായൂരമ്പലം അങ്ങനെയൊക്കെ പറയൂലേ, അല്ലെങ്കിൽ ഓരോരോ പിന്നെ മുസ്ലിംസ് സഹോദരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരവും നോയമ്പൊക്കെ ഒക്കെ മസ്റ്റാണ്. അത്രയും കഠിനമായ വിശ്വാസം മറ്റുള്ളവർക്ക് ഉണ്ടോയെന്ന് എനിക്ക് സംശയം തോന്നും. അപ്പം അങ്ങനെയാണ്. അതൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ. വിശ്വാസം ഉള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് വേറെ എന്താ പറയുക, കർമ്മഫലമാണ്, അല്ലെങ്കിൽ പോസിറ്റീവാണ് നെഗറ്റീവാണെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടർ അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്. എന്തായാലും പള്ളിയിലൊക്കെ പോയി വന്ന് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടി അതിനുശേഷം നമ്മുടെ മറ്റ് പരിപാടികൾ, അലക്കലും തുടയ്ക്കലും തുടയ്ക്കലും തുണി വിരിക്കലും അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു കറിയാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോവുകയും ചെയ്യണം. അപ്പോൾ കുക്കറിലേക്ക് കുമ്പളങ്ങയും കാന്താരി മുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒറ്റ വിസിൽ കൊടുത്തു. അപ്പോൾ തന്നെ കുമ്പളങ്ങ വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും തൈരും ചേർത്ത് അരച്ച്, പുളിക്ക് പോരായികയുള്ള തൈര് കുറച്ചും കൂടി വീണ്ടും അടിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കടുകും ഉലുവയും മുളക് പൊടിയും പിന്നെ ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ചിട്ട്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ബീട്രൂട്ട് തോരൻ വയ്ക്കാനായിട്ട് നീളത്തിൽ അരിഞ്ഞ് അങ്ങനെ വെച്ചപ്പോൾ അത് ഒരു രസം തോന്നി. അങ്ങനെ തന്നെ അരിഞ്ഞിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ കൊത്തിയരിയാനുള്ള മടിക്കുന്നു വേണമെങ്കിൽ പറയാം. അതിലേക്ക് കുറച്ച് സവാളയും നീളത്തിലരിഞ്ഞിട്ട് തേങ്ങയും ചിരണ്ടിയിട്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അവിടെ തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കുക. വെള്ളം വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക. അത് സിമ്മിലിട്ടാണ് വേവിക്കണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോഴേക്കും നമുക്ക് ബാക്കി പണികൾ എടുക്കാൻ പറ്റും. എന്തായാലും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് പച്ചമുളക് ചേർക്കും, ചിലപ്പോൾ ഇതുപോലെ ചെയ്യും. അപ്പം തോന്നണേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഇനി അതവിടെ ഇരുന്ന് പതുക്കെ വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചാൽ പ്രത്യേകിച്ച്, ഇത് അടി കട്ടിയുള്ള സ്റ്റീൽ പാത്രമൊന്നുമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിവരം അറിയും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് മാത്രമായിട്ട് എന്തായാലും ചോറ് ഇവിടെ പോകില്ല, എന്തെങ്കിലും വേറെ ഒന്ന് വേണം. അപ്പോൾ ഞാൻ തലേ ദിവസം കപ്പയും മീനും വെച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 കഷ്ണം മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിലേക്കിട്ട് വറുത്തെടുക്കുക. പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. എരിവുള്ള മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയോ ഉലുവാപ്പൊടിയോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ചേർത്തുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഉപ്പ് കറക്റ്റായിരിക്കണം, എന്നാലാണ് മീൻ വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. 4 കഷ്ണമാണ് പുരട്ടി വെച്ചത്.
അതവിടെ ഇരുന്ന് വറുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അന്ന് ആ നേരം വരെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുള്ള സമയം കിട്ടും. പിന്നെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞതിൽ ഞാൻ പിന്നെ ഇടയ്ക്ക് വിചാരിക്കണ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് പള്ളിയിലൊക്കെ പോകാൻ പറ്റാതെ, അതായത് ഹെൽത്ത് ഇഷ്യൂ, വയ്യായിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. അപ്പം നമ്മൾ വീട്ടിലിരുന്നല്ലേ പ്രാർത്ഥിക്കുള്ളൂ. കൊറോണ ടൈമിലും ആർക്കും പള്ളിയിലോ അമ്പലത്തിലോ ഒരു സ്ഥലത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. നമ്മൾ വീട്ടിലിരുന്ന് മനസ്സറിഞ്ഞ് ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞാലും ദൈവം നമുക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇപ്പം ജോലിക്കൊക്കെ പോണ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എന്നും പള്ളിയിലൊന്നും പോകാനൊന്നും പറ്റണ കാര്യമല്ല. പക്ഷേ എന്ന് വിചാരിച്ച് അവർക്ക് പ്രാർത്ഥനയില്ലായിക, വിശ്വാസമില്ലായിക ഒന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പള്ളിയിലൊന്നും പോകാണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കൃത്യമായിട്ട് എത്തിക്കാണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലാതെ ജീവിക്കണ ഒരുപാട് പേരും ഉണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളും രീതികളുമാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മീൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വശം മറിച്ചിടുക. അപ്പോൾ പതുക്കെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ചിലർക്ക് മീൻ ഒരുപാട് ഫ്രൈ ആവണത് ഇഷ്ടമല്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണത് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കണവരുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടിരുന്നാൽ മതി. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഫ്രൈ ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പോകേണ്ടടുത്ത് പോയി വന്ന് വൈകുന്നേരമായപ്പോൾ നമ്മുടെ മുറിയിലിരിക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത്. ഞാൻ വെറുതെ ഒരു 6-6:15 ആകുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഇതുപോലെ ഓരോ ദിവസം ഓരോരോ കാഴ്ചകളായിരിക്കും കേട്ടോ. ഓരോരോ വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചകളായിരിക്കും. നമ്മുടെ ജീവിതം പോലെ തന്നെ ഇന്നത്തെ ജീവിതമായിരിക്കില്ല ഒരു 10 വർഷം കഴിഞ്ഞുള്ള ജീവിതം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം ആയിരുന്നില്ലായിരിക്കും ഒരു 10 വർഷം മുമ്പുള്ള ജീവിതം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. എന്തായാലും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.